ഞാൻ അതുകൊണ്ട് പറഞ്ഞതാ സർ. ഇതാടോ തന്നെ പോലുള്ള ഒരു കുഴപ്പം. സംസാരിച്ചു തുടങ്ങിയ ഒരു തലമുറയിൽ നിർത്തില്ല. അതിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പോയി മനുഷ്യനെ അങ്ങ് മൂഡ് ഓഫ് ആക്കി കളയും. ഒരു കാര്യം ചെയ്യും, താൻ പോയിക്കോ. ഇനി മുതൽ വെള്ളം അടിക്കാൻ തന്നെ കമ്പനിക്ക് വിളിക്കുന്ന പ്രശ്നമില്ല. അതിന് ഞാൻ എന്തായാലും ഇവിടെ ഇല്ലല്ലോ സർ. വിവാഹം കഴിഞ്ഞാൽ ഉടനെ ഞാനും അച്ഛനും മടങ്ങും. പിന്നെ എപ്പോഴെങ്കിലും കണ്ടോന്ന് പറയാം. ശരി, താൻ പറഞ്ഞ പോലെ ഒരു കുഞ്ഞൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ ആ കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കാം. ജീവിതത്തിനെ കുറിച്ച് നല്ല അറിവുള്ള ഒരാള് അച്ഛന്റെ സുഹൃത്തായിട്ടുണ്ടെന്ന്. പറ്റിയ ഞാൻ തന്നെ കൊണ്ടുവന്ന് കാണിക്കുകയും ചെയ്യും. താനതിനെ ഉപദേശിച്ചോ? വേണ്ട സർ, അത്ര വലുപ്പമൊന്നും എനിക്കില്ല സർ. ആ, നാളെ മണ്ഡപത്തിലേക്ക് കൊണ്ടുപോകാൻ കുറെ സാധനങ്ങളൊക്കെ എടുത്തു വെക്കണം. ഞാൻ പോവാ. യാമിനി, ഒരു തവണെങ്കിലും നേരെ ചൊവ്വേന്റെ പേരൊന്ന് പറയൂ സർ. നന്ദിനി. ഓ, ഇനി പറഞ്ഞോളാം. ഇപ്പൊ എന്തായാലും ഗുഡ് നൈറ്റ്. ശരി. വെള്ളമാണ്. പെൺകുട്ടിയുടെ അച്ഛൻ മുൻ മന്ത്രി ആയിരുന്നതുകൊണ്ട് മന്ത്രിമാരൊക്കെ ഉണ്ടാവും അല്ലേ പത്മ? ഓ, മന്ത്രിമാര് മാത്രമല്ല, ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ഒരുപാട് പേരുണ്ടാവും. ചിലവര് റിസപ്ഷന് വരും, ചിലവര് വിവാഹത്തിന്റെ അന്നെത്തും. ഇത്രയും വലിയൊരു ബന്ധം ഉണ്ടാവുന്നതോടെ പത്മ ഇനി പിടിച്ചാൽ കിട്ടില്ല. അല്ലെങ്കിൽ തന്നെ നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും ഉയർന്ന പൊസിഷനിലുള്ളത് പത്മയുടെ കുടുംബമാണ്.